കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? രണ്ടാമത്തെ മലയാളിയല്ല, പഞ്ചാബുകാരനാണ്. ആദ്യ മലയാളി വക്കം പുരുഷോത്തമൻ. ഇപ്പോൾ ഷെരീഫാണെന്ന് വി ഗിരിയാണ്. ഇതന്നെ നമ്മുടെ രാഷ്ട്രപതിയായിട്ടിരുന്ന വ്യക്തിയായിരുന്ന ഫുൾ നെയിം അറിയില്ല, ഒരു നാരായണൻ എന്നെങ്ങാണ്ട് ഉണ്ട്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KKV മോട്ടോഴ്സാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചാത്തമ്പാറയിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം വെയിലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനമാണ്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ, മണ്ണ്, പാറപ്പൊടി അതെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ച് നൽകുന്നു. കൂടാതെ അവർക്കിപ്പോൾ KKV മോട്ടോഴ്സിൻ്റെ ബസ് സർവീസുമുണ്ട്. വർക്കല ആറ്റിങ്ങൽ റൂട്ടിലോടുന്ന ബസ് സർവീസുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? ഗവർണർ ആരിഫ് മുഹമ്മദ്. ഇപ്പോഴേ ആരിഫ് മുഹമ്മദ് മലയാളി. സുജിത്തെ, കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? ആദ്യ മലയാളി കേരള ഗവർണറായിരുന്നു. അറിയില്ല. അണ്ണം പറയും, പറഞ്ഞോളൂ. വക്കം പുരുഷോത്തമൻ, അതിൻ്റെ വൻ ഗവർണർ. അല്ല, കേരള ഗവർണറായ ആദ്യ മലയാളി അറിയാൻ പറ്റുന്നില്ല, അത് പഠിച്ചിട്ട് പറയാൻ പറ്റും. നമ്മൾ കേരളത്തിൽ ഗവർണറായത്. കേരളത്തിൽ ഗവർണറായ സാധാരണ ആ കാലത്തെ ഗവർണർമാർക്ക് അതാത് സ്റ്റേറ്റ് കൊടുക്കൂലായിരുന്നു. അറിയത്തില്ല. അപ്പോൾ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. KKV മോട്ടോഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? അറിയത്തില്ല. ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ചേച്ചി. ഞാൻ മെഡിക്കൽ കോളേജ് സ്റ്റാഫാണ്. മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാമോ? കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? TV കിട്ടുന്ന എനിക്കാണെങ്കിൽ കറക്റ്റ് അറിയില്ല. വി ഗിരിയാണ്. അല്ല, നേരത്തെ സുഹിത്തിനെ വിളിച്ചപ്പോൾ സുഹിത്ത് പൊക്കളഞ്ഞ. എനിക്ക് സംശയം വി ഗിരിയല്ല. KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? ഇന്നലെ ഒരു നാരായണൻ അല്ലേ? ഇന്നലെ ഒരു നാരായണൻ ഉണ്ടല്ലോ, ഒരു നാരായണൻ. ഫുൾ നെയിം അറിയില്ല, ഒരു നാരായണൻ എന്നെങ്ങാണ്ട് ഉണ്ട്. അതെനിക്ക് ഒരു ഓർമ്മയുള്ളൂ. ഇപ്പോഴേ ഷെരീഫാണെന്ന്. ഷെരീഫ് എന്ന് പറഞ്ഞാൽ നിരപരാധി. ഓ വന്ന് ഇന്നലെ മാറിയില്ലേ? അപ്പോൾ അറിയത്തില്ല. നാരായണനല്ല. അറിയത്തില്ല കേട്ടോ. കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? കേരള ഗവർണറായിരുന്നത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന മലയാളിയാണ്. അത് തന്നെ നമ്മുടെ രാഷ്ട്രപതിയായിട്ടിരുന്ന വ്യക്തിയായിരുന്ന KR നാരായണൻ. അല്ല, ഈ രാജേന്ദ്ര പ്രസാദ്. അല്ല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ രണ്ടാമത്തെ മലയാളിയല്ല, ഞാൻ പഞ്ചാബുകാരനാണ്. പഞ്ചാബുകാരനാണ് ഇവിടെ വന്ന് മലയാളം പറയുന്നത്. ഇതെങ്ങനെ പഠിച്ച്? നമ്മളൊക്കെ പഞ്ചാബി പഠിക്കാത്ത ബുദ്ധിമുട്ടില്ല. 23 വർഷമായി. ഇവിടെ തന്നെ സെറ്റിലുള്ള ബിസിനസ്സാണ്. പിന്നെ മലയാളം അറിയാം. ഒരു ഗവർണർ അറിയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു ഡൗട്ടാണ്. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അറിയത്തില്ല. എന്തായാലും ഇവിടെ ജനിച്ചു വളർന്ന മലയാളി സംസാരിക്കുന്നതിനെക്കാട്ടി മനോഹരമായിട്ട് സംസാരിക്കുന്നു.
അതുകൊണ്ട് വിളിച്ചപ്പോൾ തന്നെ ആദ്യമേ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ നമുക്കും ഫീൽ ചെയ്തില്ല. നിങ്ങളെ പഞ്ചാബിനൊരു പ്രത്യേകത എന്തിനാണെന്ന് അറിയാമോ? പഞ്ചാബിലെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആണ്, പക്ഷേ കുറെ ഫുഡ് സ്വീറ്റ്സ് ആണ് മെയിൻ. പഞ്ചാബിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ദേശീയോദ്യാനങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ്. അതെ 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 തീർച്ചയായും. നമ്മളൊരു സ്ഥലത്തും ഗോതമ്പ് കൃഷി ചെയ്തങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. കേരള ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു? കേരള ഗവർണറായ ആദ്യ മലയാളിയാണ്. സോറി, എനിക്കറിയത്തില്ല കേട്ടോ. അറിയത്തില്ല. അപ്പോൾ സന്ധ്യ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ്. പാലക്കാട് ജില്ലയിൽ ജനിച്ച അദ്ദേഹമാണ് കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി. ആ കാലഘട്ടത്തിൽ സ്വന്തം സ്റ്റേറ്റിൽ ഗവർണറായിട്ട് ആരെയും നിയമിക്കില്ലായിരുന്നു. പക്ഷേ ആ കാലത്ത് വി വിശ്വനാഥന് കേരളത്തിൻ്റെ ഗവർണറാവാൻ സാധിച്ചു. അപ്പോൾ വി വിശ്വനാഥനാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.